മുണ്ടക്കൈ സ്വദേശി നൗഫലാണ് നമുക്കിപ്പം ഉള്ളത്. അദ്ദേഹം ഒമാനിലായിരുന്നു, വിദേശത്തായിരുന്നു. ഈ ഒരു വാർത്ത അറിഞ്ഞാണ് ഇദ്ദേഹം നാട്ടിലെത്തിയത്. ഈ ഒരു ഉരുൾപൊട്ടലിൽ അദ്ദേഹത്തിന് സംഭവിച്ചത് വലിയ ഒരു നഷ്ടമാണ്. ചേട്ടാ, എത്ര പേരാണ് ഈ അപകടത്തിൽപ്പെട്ടത്? എങ്ങനെയാണ് വിവരം അറിയുന്നത്? എൻ്റെ കുടുംബത്തിൽ മാത്രം 11 പേര് പോയി. 11 ഞാനടക്കം 12 പേരാണ്. അതിൽ 11 ആളും പോയി. എൻ്റെ എൻ്റെ അളിയനാണ്. അളിയൻ്റെ ഉമ്മ, പെങ്ങൾ, അവരൊക്കെ പോയി. ഞാനിത് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. വാർത്തയൊക്കെ എങ്ങനെയാണ് അറിയുന്നത്? ഈ വാർത്തയൊക്കെ എപ്പോഴാണ് അറിയുന്നത്? വാർത്ത ഞാൻ ഫോണിലൂടെ, നമ്മൾ അളിയനുണ്ട്, പോയത് ഒപ്പമുള്ള ഒരു അളിയനുണ്ട്, ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ മോനുണ്ട്. ഫോണിൽ വിളിച്ചിട്ട് ഉറങ്ങിയിരുന്നു. എണീക്ക് അവിടെ മുണ്ടക്കായി ഇല്ല എന്നാണ് പറയുന്നത്, ഫോണ് വന്നിട്ടുണ്ട് എന്നാണ്. ഞാൻ അവരോട് ഇവിടുത്തെ 12:30 വരെ ഞാൻ സംസാരിച്ച എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മളെ വീട്ടിലാണ് ഒന്നുകൂടി സേഫ്റ്റി പറഞ്ഞിട്ട് ഏട്ടനെയും കുടുംബത്തിനെയും നമ്മളെ വീട്ടിലേക്ക് കൊടുക്കുന്നതാണ്. അങ്ങനെ അവർ 11 പേരും അവിടെ ഒരു 12:30 1 മണീൻ്റെ അടുത്ത് വരെ അവർ സംസാരിച്ചിരുന്ന് ഉറങ്ങിയതാണ്. അതിന് ശേഷമാണ് അത് സംഭവിച്ചത്. ഈ ചേട്ടൻ്റെ ആരൊക്കെയായിരുന്നു കേട്ടോ? ചേട്ടൻ്റെ ആരൊക്കെയാണ് അപകടത്തിൽപ്പെട്ടത്? എൻ്റെ വീട്ടിൽ മൊത്തം 16 പേര്. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ, അതുപോലെ പെങ്ങള്, അനിയൻ്റെ ഭാര്യ, അവർ 2 കുട്ടികൾ, അതുപോലെ കുടുംബത്തിൽ നിന്ന് ഭാര്യൻ്റെ ഉപ്പ, ഉമ്മ, പിന്നെ ഇതൊരു ഭാര്യൻ്റെ ആങ്ങളാണ്, ഇവരെ ഭാര്യ, 3 മക്കൾ, അതുപോലെ പിന്നെ ഇവരെ ജ്യേഷ്ഠനുണ്ട്, അവരും 5 പേര്. ഒരു ഫാമിലി മൊത്തം ആരും അതിൽ ബാക്കിയില്ല. വീട് മുണ്ടക്കയത്ത് ഏത് വാർഡിലാണ്? 11-ാം വാർഡിൽ. 11-ാം വാർഡിൽ പള്ളിക്ക് മുൻവശം, മുസ്ലിം പള്ളിക്ക് മുൻവശമുള്ളത്. ഇതറിഞ്ഞതിന് ശേഷം എപ്പോഴും നാട്ടിലെത്തിയ മക്കളെ? വാർത്ത അറിഞ്ഞതിന് ശേഷം എപ്പോഴാണ് നാട്ടിലെത്തിയ? വാർത്ത അറിഞ്ഞ ശേഷം പിറ്റേന്ന് രാവിലെ 10 മണിയാകുമ്പോൾ ഇവിടെ എത്തി. സംഭവിച്ചതിൻ്റെ പിറ്റേന്ന് രാവിലെയാണ് എത്താൻ കഴിഞ്ഞത്. ഇല്ല, അതിൻ്റെ പിറ്റേന്ന് രാവിലെ. ചടങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു? ഇല്ല, മോളത് മാത്രം കിട്ടി. എൻ്റെ മൂത്ത മോളത് മാത്രം കിട്ടി. പാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഒന്നും കിട്ടിയില്ല. ബാക്കിയുള്ളവരൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ തിരയുണ്ട്, കിട്ടുമായിരിക്കും. ഇപ്പോൾ ഈ ക്യാമ്പിലാണോ കഴിയുന്നത്? ഇപ്പോൾ ഈ ക്യാമ്പിലാണുള്ളത്. ക്യാമ്പിലാണ് നിൽക്കുന്നത്. പോകാൻ ഇനി വേറെ ഇതില്ല. എവിടേക്കാ പോകാൻ വേറെ അല്ല. ആരാ ഉള്ളത്? ആരുമില്ല. അതൊരവസ്ഥയാണ്. അടുത്തെങ്ങനെ നാട്ടിൽ വന്നിരുന്നു? 4 മാസം മുന്നേ വന്ന് പോയതാണ്. 4 മാസം വന്ന് പോയതാണ്. അങ്ങനെ പ്രതീക്ഷയില്ല. നല്ല എന്താ പറയുക, സേഫ്റ്റിയാണ് എന്ന് പറഞ്ഞിട്ട് ഏട്ടനെയും ഭാര്യനെയും മക്കളെയും എല്ലാം ഒരുമിച്ച് കൂട്ടി അവിടെ നിർത്തിയ. അളിയനെയും കുട്ടികളെയും ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങളെ പുര പറഞ്ഞാൽ ചെറിയ പുരയാണ്, ഇത്രയാൾക്ക് താമസിക്കാനുള്ളതൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞ് മഴ കൂടുകയാണെങ്കിൽ ഞങ്ങൾ വരാം, പെങ്ങളോടും മക്കളോടും വരാൻ പറഞ്ഞു. മഴ കൂടുകയാണെങ്കിൽ ഞങ്ങൾ വരാമെന്ന്. അവർ വരാത്തത് ഭാഗ്യമായി. അവരിന്ന് ജീവനോടുണ്ട്, അല്ലെങ്കിൽ അവരും അതിൽ പോയിരുന്നു. ഇതാണ് ഇവിടെ പലരുടെയും അവസ്ഥ. ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട ഒരുപാട് പേരാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. അതിലൊരാൾ മാത്രമാണ് ഈ നൗഫലിനെ പോലെ എത്രയോ പേരാണ് സ്വന്തം ആളുകളെ പോലും തിരിച്ചറിയാൻ കഴിയാതെ ഈ ഭാഗങ്ങളിലൊക്കെ കിടക്കുന്നത്. ഇവരുടെയൊക്കെ പലർക്കു വേണ്ടിയുമുള്ള തിരച്ചിലും നടക്കുന്നതേയുള്ളൂ. എന്തായാലും ഈ ഒരു ഉരുൾപൊട്ടൽ അത് അതീവ ദുഷ്കരമായ, സങ്കടകരമായ ഒരു കാഴ്ചയാണ് ഈ വയനാട് മൊത്തവും നമുക്ക് കാണാൻ സാധിക്കുന്നത്.